Today's word of God is from John chapter 9 verse 39. The man born blind. Then Jesus said, I came into this world for judgment, so that those who do not see might see, and those who do see might become blind. The religious leaders believed they understood God's law, but their pride and rejection of Jesus kept them spiritually blind. In contrast, the man born blind encountered Jesus and gained both physical healing and spiritual understanding. Jesus revealed that those who humbly admit their blindness and seek Him will receive spiritual sight, while those who rely on their own knowledge and reject the truth will remain in deeper blindness. Jesus said, I am the light of the world. Whoever follows me will not walk in darkness, but will have the light of life. True spiritual sight comes through humility and faith in Christ, not self-righteousness. Lord Jesus, open the eyes of our hearts to see the spiritual truth. Amen. ഇന്നത്തെ വചനവായന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാം തിരുവചനം. അന്ധനെ സുഖപ്പെടുത്തുന്നു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ജന്മനായ കുരുടനായവനെ സൗഖ്യം ആക്കിയ ശേഷം യഥാർത്ഥ അന്ധന്മാർ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ശാരീരികമായ അന്ധതയേക്കാൾ ഉപരി ആത്മീയമായ അന്ധതയെക്കുറിച്ചാണ് ഈശോ ഇവിടെ സ്പഷ്ടമാക്കുന്നത്. ദൈവത്തെ അറിയുന്നുവെന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയും എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നിരസിക്കുകയും ചെയ്യുന്നവർ ആത്മീയ അന്ധരാണെന്ന് പറയുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന്. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഈശോയെ അങ്ങിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ. ഈശോയെ, അങ്ങയുടെ ദിവ്യമായ ആ സ്വർഗീയ അഞ്ജനത്താൽ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അങ്ങയെ നിത്യമായി ദർശിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സെയിന്റ് ലൂയിസ് ഡി മാർലാക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ. പ്രൈസ് യു ജീസസ്.